ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. അപ്പോൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റെസ്പിറേഷനിൽ പറയുകയാണെങ്കിൽ നമ്മൾ റെസ്പിറേഷൻ നടക്കുന്നത് പോലെയല്ല ഫിഷസിൻ്റെ കാര്യത്തിൽ. നമുക്കറിയാം ഫിഷസ് ഇങ്ങനെ ഒരുപാട് തവണ വായ ഇങ്ങനെ മൗത്ത് ഓപ്പൺ ആക്കിയിട്ടും അതേപോലെ തന്നെ നമ്മൾ കാണാറുണ്ടല്ലോ, മൗത്ത് ഇങ്ങനെ ഓപ്പൺ ആക്കിക്കൊണ്ടേയിരിക്കും, റെസ്പിറേഷൻ ചെയ്തുകൊണ്ടേയിരിക്കും. അതിന് കാരണം നമുക്കറിയാം, ദ കോമ്പൻസേറ്റ് ഫോർ ലോ ഡിസോൾവ്ഡ് ഓക്സിജൻ അക്വാട്ടിക് ഓർഗാനിസത്തിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ അവർ വാട്ടറിൽ ഡിസോൾവ് ആയിട്ടുള്ള ഓക്സിജൻ യൂസ് ചെയ്തുകൊണ്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, അവർ റെസ്പിറേഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വാട്ടറിൽ ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അവരുടെ റേറ്റ് ഓഫ് റെസ്പിറേഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, റേറ്റ് ഓഫ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് തവണ അവർ റെസ്പിറേഷൻ നടന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മുടെ കേസിലാണെങ്കിൽ, ഹ്യൂമൻ ബീങ്സിൻ്റെയും മറ്റുള്ള ആനിമൽസിൻ്റെ കേസിലാണെങ്കിൽ, ടെറസ്ട്രിയൽ എൻവയോൺമെൻറ്റിലാണെങ്കിൽ നമുക്കറിയാം നമ്മൾ നിൽക്കുന്നത് തന്നെ ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള എയറിലാണ്. സോ അവിടെ റെസ്പിറേഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു തവണ എടുത്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസ്പിറേഷൻ വീണ്ടും വീണ്ടും ഫിഷസിനെ പോലെ എടുക്കേണ്ട ആവശ്യം വരില്ല. ഓക്കെ, ആ ഒരു ജസ്റ്റ് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതാണ് ഫിഷസും നമ്മുടെ ഹ്യൂമൻ ബീങ്സും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റെസ്പിറേറ്ററി ട്രാക്റ്റ് നോക്കാം. നമുക്കത് നോക്കുകയാണെങ്കിൽ നമ്മളറിയാം, നമ്മുടെ റെസ്പിറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നോസിലൂടെയാണ്. അപ്പം നോസിൻ്റെ അഗ്രഭാഗത്തിന് അറ്റ് ദ ടിപ്പ് ഓഫ് ദി നോസ് നമുക്കതിനെ പറയാം നോസ്ട്രിലാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നോസ്ട്രില്ലാണ്, നോസ്ട്രിൽ. അപ്പോൾ നോസ്ട്രിൽ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത് നോസ്ട്രില്ലാണ്. അതായത് നോസ്ട്രിൽ എന്ന് പറഞ്ഞാൽ അറ്റ് ടിപ്പ് ഓഫ് ദി നോസാണ്. ദെൻ നോസ് വരുന്നു, ദെൻ നെയ്സൽ ക്യാവിറ്റി ഉണ്ട് ഇവിടെ, നെയ്സൽ ക്യാവിറ്റി, നെയ്സൽ ക്യാവിറ്റി വഴി. ഓക്കെ, നെയ്സൽ ക്യാവിറ്റി, ക്യാവിറ്റി എഴുതുക കേട്ടോ, നെയ്സൽ ക്യാവിറ്റി. ഓക്കെ, നെയ്സൽ ക്യാവിറ്റി. പിന്നെ മൗത്ത് നമുക്കറിയാം, അതിന് നമുക്കറിയാം ഇവിടെ ലാരിങ്സ് ഉണ്ട്, ലാരിങ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫാരിങ്സ് ഉണ്ട്. ലാരിങ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം, ലാരിങ്സ് എന്ന് പറഞ്ഞാൽ സൗണ്ട് ബോക്സ് ആണ്. അതായത് നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും അല്ലേ, അവിടെ ലാരിങ്സ് ഉണ്ട്. ഇതിനെയാണ് ലാരിങ്സ് എന്ന് പറയുക. ലാരിങ്സിൻ്റെ തൊട്ട് മുകളിലുള്ളത് തന്നെയാണ് നമ്മൾ ഫാരിങ്സ് എന്ന് പറയുക. ലാരിങ്സിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് ഫാരിങ്സും കാണാൻ പറ്റും, ഫാരിങ്സ്. ഇനി ഈ ഒരു ലോങ് ട്യൂബിനെ നമ്മൾ ഒരു പേര് പറയും, ദാറ്റ് ഈസ് ഈസോഫാഗസ്. ഈസോഫാഗസ് ഫുഡ് പൈപ്പാണ് ഈസോഫാഗസ് അല്ലേ, ഈസോഫാഗസ് എന്ന് പറയും. ഈസോഫാഗസ് എന്ന് പറഞ്ഞാൽ ഈ ട്രക്കിയയുടെ തൊട്ട് പിറകെയുള്ള ഇതിനെയാണ് നമ്മൾ ഈസോഫാഗസ് അഥവാ ഫുഡ് പൈപ്പ് എന്ന് പറയാം, ഫുഡ് പൈപ്പ്. ഓക്കെ, ഈസോഫാഗസ് ഉണ്ട് അവിടെ. അതേപോലെ തന്നെ നമുക്കവിടെ ട്രക്കിയ കാണാൻ പറ്റും. ട്രക്കിയ എന്ന് പറഞ്ഞാൽ വിൻഡ് പൈപ്പാണ്, നമ്മുടെ എയർ കടന്നു പോകുന്ന ഭാഗം. അപ്പോൾ നമുക്ക് നോസ്ട്രിൽ പറഞ്ഞു, നോസ് പറഞ്ഞു, നെയ്സൽ ക്യാവിറ്റി പറഞ്ഞു. ഓക്കെ, നെയ്സൽ ക്യാവിറ്റി പറഞ്ഞു, നോസ്ട്രിലും ഒക്കെ പറഞ്ഞു, ലാരിങ്സ് പറഞ്ഞു, ഫാരിങ്സ് പറഞ്ഞു. ലാരിങ്സിൻ്റെ തൊട്ട് മുകളിൽ കാണുന്നതാണ് ഫാരിങ്സ്. ഓക്കെ, PHARYNX, ഫാരിങ്സ്. ഓക്കെ, ദെൻ ട്രക്കിയ. ട്രക്കിയയെ നമ്മൾ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു, നമ്മുടെ ലങ്സിലേക്ക് ട്രക്കിയെ നമ്മൾ ഡിവൈഡ് ചെയ്യാണ്, ലങ്സിൻ്റെ ആ പാർട്ടിലേക്ക്. അതായത് രണ്ട് ഡബിൾ ലെയേർഡ് ആയിട്ടുള്ള നമ്മുടെ ലങ്സിന് നമുക്കറിയാം ഡബിൾ ലെയേർഡ് മെമ്പറൈൻ ഉണ്ട്. അതിനെ നമ്മളൊരു പേര് വിളിക്കും, നമ്മുടെ ലങ്സിൻ്റെ ഡബിൾ ലെയേർഡ് മെമ്പറൈന് പറയുന്ന പേര് പ്ലിയൂറ എന്നാണ്. പ്ലിയൂറ, പ്ലിയൂറ. ഓക്കെ, ഈ പ്ലിയൂറക്കകത്ത് പ്ലൂറൽ ഫ്ലൂയിഡ് ഫിൽഡാണ്. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ട്രക്കിയ എന്ന് പറയുന്ന നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ വിൻഡ് പൈപ്പ് നമ്മുടെ ലങ്സിൽ എത്തുമ്പോഴേക്കും 2 ബ്രാഞ്ചസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ ബ്രോങ്കൈ എന്ന് പറയുക. ആ ബ്രോങ്കൈ അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു സ്മോളർ ബ്രാഞ്ചസ്. ഓക്കെ, അതെന്ത് ചെയ്യാണ്, വീണ്ടും ബ്രോങ്കൈ ഡിവൈഡ് ചെയ്തിട്ട് ഒരുപാട് സ്മോൾ ബ്രാഞ്ചസ് ആയിട്ട് മാറുകയാണ്. ഇതിനെയാണ് നമ്മൾ ബ്രോങ്കിയോളെ എന്ന് പറയുക. ഈ ബ്രോങ്കിയോളെ ചെന്നെത്തി നിൽക്കുന്ന അറ്റ് ദ ടിപ്പ് ഓഫ് ദി ബ്രോങ്കിയോളയ്ക്ക് നമ്മളൊരു പേര് പറയും, ദാറ്റ് ഈസ് ആൽവിയോളെ. അപ്പോൾ ആൽവിയോള തൊട്ടിപ്പുറത്ത് സ്ലൈഡിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ ആൽവിയോളക്കകത്ത് വെച്ചിട്ടാണ് നമ്മുടെ കംപ്ലീറ്റ് എന്ത് നടക്കുന്നത്, നമ്മുടെ റെസ്പിറേഷൻ നടക്കുന്നത്. കംപ്ലീറ്റ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ആൽവിയോളക്കകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് പോകുന്നതും ഓക്സിജൻ എൻ്റർ ചെയ്യുന്നതൊക്കെ ആൽവിയോളക്കകത്ത് വെച്ചിട്ടാണ് കംപ്ലീറ്റ് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുക. ഇനി ഇവിടെ നമ്മുടെ ഈ ലങ്സിൻ്റെ തൊട്ട് താഴെ ഒരു മസിൽ
മസിൽ കാണാൻ പറ്റും, ഒരു മസിൽ ഷേപ്പ്ഡ് ആയിട്ടുള്ള ഒരു ഇത് കാണാൻ പറ്റും, ഓർഗൻ കാണാൻ പറ്റും. ഇതിനെയാണ് ഡയഫ്രം എന്ന് വിളിക്കാം. ഓക്കെ, ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഈ പാർട്ടൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ആൽവിയോളെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ. ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറഞ്ഞാൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് പോലെ നിൽക്കുന്ന ഒരാളാണ് എപ്പിഗ്ലോട്ടിസ്. അതായത് നമ്മുടെ വിൻഡ് പൈപ്പിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ഈസോഫാഗസിൻ്റെയും മുകളിലായിട്ട് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സമയത്ത് വിൻഡ് പൈപ്പിലേക്ക് കടക്കാതിരിക്കാൻ അവിടെ ഒരു സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ആളാണ് എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇതാ നമ്മുടെ വിൻഡ് പൈപ്പ് ഇങ്ങനെ ക്ലോസ് ആകുന്നുണ്ട് അല്ലേ. നമ്മൾ ഫുഡ് കഴിക്കുന്ന എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്താണ് വിൻഡ് പൈപ്പ് ഇവിടെ ക്ലോസ് ആക്കുന്ന ഒരു സാധനം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മൾ എപ്പിഗ്ലോട്ടിസ് ഗ്ലാൻഡ് എന്ന് പറയാം. ഓക്കെ, സ്മോൾ ഫ്ലാബ് ഓഫ് സ്കിൻ ഇറ്റ് വിൽ ഡു സ്കിൻ ഈസ് പുഷിങ് ദ ഫുഡ് ഇൻ ടു ഫുഡ് പൈപ്പ്. ഫുഡ് പൈപ്പിലേക്ക് കറക്റ്റായിട്ട് എപ്പോഴാണ് ഫുഡിനെ നീക്കുക. അപ്പോൾ ഇതാണ് റെസ്പിറേറ്ററി ട്രാക്ക്. ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ നമ്മൾ പറഞ്ഞു ആൽവിയോളെ ഉണ്ട്. ആൽവിയോളെ എന്ന് പറയുന്നത് വളരെ ആയിട്ടുള്ളൊരു സാധനമാണ് ആൽവിയോളെ. These are delicate air sacs which are elastic in nature and are seen at the tip of the bronchiole. A network of numerous blood capillaries are found in their surface. അല്ലേ, ആൽവിയോളെ എന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റ് ആണ്. ഈ ആൽവിയോളക്കകത്താണ് നമ്മുടെ gaseous exchange കംപ്ലീറ്റ് നടക്കുക. 70 crores alveoli present in both lungs. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് ബ്രോങ്കിയോളയിലെ ആൽവിയോളയ്ക്ക് ചുറ്റും ബ്ലഡ് കാപ്പിലറീസ് ആർ പ്രസൻ്റ് ആണ്. ഇവിടെ വെച്ചിട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് കംപ്ലീറ്റ് നടക്കുക. ഓക്കെ, ഇതാണ് ആൽവിയോള എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നുമില്ല, നമ്മൾ ആൽവിയോളക്കകത്ത് ഗ്യാസ് എൻ്റർ ചെയ്യുന്ന സമയത്ത് ഇവിടെ ഓക്സിജൻ ഇവിടെ കൂടുതലാണ് അല്ലേ. പക്ഷേ ഈ ആൽവിയോളയുടെ ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ്. അപ്പോൾ എന്താ ചെയ്യുക, ഡിഫ്യൂഷൻ നടക്കും. ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹയർ കോൺസെൻട്രേഷനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷനിലേക്ക് ഗ്യാഷ്യസ് എക്സ്ചേഞ്ച് നടക്കുന്നതിനെയാണ് നമ്മൾ ഡിഫ്യൂഷൻ നടക്കുക. അപ്പോൾ ഓക്സിജൻ തീർച്ചയായിട്ടും ലോവറായിട്ടുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് ഹയർ ആയിട്ടുള്ള ആൽവിയോളയിൽ നിന്ന് ഓക്സിജൻ എൻ്റർ ചെയ്യുന്നു. ഇവിടെ വെച്ച് ബ്ലഡ് കാപ്പിലറീസിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ഓക്സിജൻ പ്ലസ് ഹീമോഗ്ലോബിൻ, അതാണ് ഓക്സി ഹീമോഗ്ലോബിൻ നേരെ എന്ത് ചെയ്യാണ്, ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് സെല്ലിലേക്ക് എത്തുന്നു. അപ്പോൾ സെല്ലിലേക്ക് എത്തുന്ന സമയത്തും സെല്ലിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറിയിലേക്ക് ആദ്യം എൻ്റർ ചെയ്യും. അവിടെ വെച്ച് ഓക്സിജനും ഹീമോഗ്ലോബിനും വീണ്ടും സെപ്പറേറ്റ് ആവും. ഹീമോഗ്ലോബിൻ ഈ സെല്ലിന് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യും. ഓക്സിജൻ മാത്രം സെല്ലിലേക്കും എൻ്റർ ചെയ്യും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഇടയിൽ ടിഷ്യൂ ഫ്ലൂയിഡ് ഉണ്ട്. ഇത് ഹെൽപ്പ് ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡിൻ്റെ ഹെൽപ്പോട് കൂടി മാത്രമേ സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നുള്ളൂ എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ ഇവിടെ സെല്ലിലേക്ക് ഓക്സിജൻ എൻ്റർ ചെയ്തു. ഇവിടെ സെല്ലുലാർ റെസ്പിറേഷൻ നടന്നു. ബൈ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ആരെ കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടി. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ദേ ഷുഡ് നോട്ട് സ്റ്റേ ഇൻ ദെയർ സെൽ. അതായത് നമ്മുടെ സെല്ലിൽ ഒരിക്കലും കാർബൺ ഡൈ ഓക്സൈഡ് സ്റ്റേ ചെയ്യൂല. നമുക്ക് ആവശ്യമില്ലാത്ത ഒരാളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ഇൻ ടു ദി ബ്ലഡ് കാപ്പിലറീസ്. ദെൻ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ബ്ലഡ് കാപ്പിലറീസിലുള്ള ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് കാർബമിനോ ഹീമോഗ്ലോബിനായിട്ട് മാറുന്നു. ദെൻ അത് നേരെ ഇവിടത്തേക്ക് പോകുന്നു, നമ്മുടെ ആൽവിയോളയ്ക്ക് ചുറ്റുമുള്ള ബ്ലഡ് കാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അവിടെ വെച്ച് ഹീമോഗ്ലോബിനും കാർബൺ ഡൈ ഓക്സൈഡും സെപ്പറേറ്റ് ആവുന്നു. ഹീമോഗ്ലോബിൻ ബ്ലഡ് കാപ്പിലറീസിലെ ബ്ലഡിലേക്ക് എൻ്റർ ചെയ്യുന്നു. കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലേക്ക് എൻ്റർ ചെയ്യുന്നു. ദെൻ ആൽവിയോളയിൽ നിന്ന് ബ്രോങ്കിയോള വഴി, ബ്രോങ്കൈ വഴി, ട്രക്കിയ വഴി, നേസൽ ക്യാവിറ്റി വഴി, നോസ്ട്രിൽ വഴി ഔട്ട് പുറത്തോട്ടേക്ക് പോകുന്നു. ഈ ഒരു പ്രോസസ്സാണ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്പാണ് മെയിൻലി നമ്മൾ റെസ്പിറേഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഹീമോഗ്ലോബിൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ
റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സിൽ നോക്കുകയാണ്. പ്ലാന്റ്സിലും റെസ്പിറേഷൻ നടക്കുന്നുണ്ട്. അവർ ഫോട്ടോസിന്തസിസിൻ്റെ സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എൻ്റർ ചെയ്യുന്നു. ഫോട്ടോസിന്തസിസ് അതായത് ഡേ ടൈമിൽ എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇവിടത്തേക്ക് എൻ്റർ ചെയ്യുന്നു. അവർക്ക് ആവശ്യമുള്ള കാർബൺ ഡൈ ഓക്സൈഡ് എടുക്കുന്നു. ദെൻ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് നമുക്കറിയാം എന്ത് ഓക്സിജൻ പുറത്തേക്ക് വിടുന്ന സമയത്തും അവരുടെ റെസ്പിറേഷൻ ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവരെടുത്തതിന് ശേഷം ബാക്കി മാത്രമാണ് പുറത്തേക്ക് പോകുന്നത്. ഇനി നൈറ്റ് ടൈമിലാണെങ്കിലും അവരെന്ത് ചെയ്യാണ് ഓക്സിജനെ എൻ്റർ ചെയ്യുന്നുമുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ റിലീസ് ചെയ്യുന്നുമുണ്ട്. ഓക്കെ, അപ്പോൾ പ്ലാന്റും തീർച്ചയായിട്ടും അവിടെ റെസ്പിറേഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്കറിയാം റെസ്പിറേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഡ്യൂറിങ് റെസ്പിറേഷൻ നമുക്കറിയാം നമ്മുടെ റിബ്സ് എന്താ ചെയ്യുന്നത്, റൈസസ് ഉയരുന്നു അല്ലേ, റിബ്സ് ഉയരുന്നു. അതേ സമയത്ത് റിബ്സ് ഉയരുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുന്നത്, ഡ്യൂറിങ് എക്സ്പിറേഷനിൽ റിബ്സ് ലോവേഴ്സ് അതായത് താഴുന്നു. അപ്പോൾ റിബ്സ് ഉയരുന്ന സമയത്ത് നമ്മുടെ റിബ്സിനിടയിലുള്ള മസിൽ ബിറ്റ്വീൻ റിബ്സിൻ്റെ ഇടയിലുള്ള മസിലിനെയാണ് നമ്മൾ ഇൻ്റർകോസ്റ്റൽ മസിൽ എന്ന് പറയുക. അത് എന്താ ചെയ്യുന്നത്, റിബ്സ് ഉയരുന്ന സമയത്ത് അത് എന്താ ചെയ്യുന്നത്, റിബ്സ് ഉയരുന്ന സമയത്ത് ഇൻ്റർകോസ്റ്റൽ മസിൽ അവിടെ കോൺട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ചുരുങ്ങുന്നു. അപ്പോൾ ഇവിടെ എക്സ്പിറേഷൻ സമയത്ത് റിലാക്സ് ചെയ്യുന്നു. ഇനി ഇവിടെ ഡയഫ്രത്തിൻ്റെ അവസ്ഥ, ഡയഫ്രം അതേപോലെ കോൺട്രാക്റ്റ് ചെയ്യുന്നു, ആദ്യം ഉള്ളതിനേക്കാളും ചുരുങ്ങുകയാണ് ചെയ്യുക. ഓക്കെ, ഇവിടെ റിലാക്സ് ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം നമ്മുടെ തൊറാസിക് ക്യാവിറ്റീൻ്റെ വോളിയം എന്ന് പറയുന്നത് റിബ്സ് വരുന്ന സമയത്ത് ഇൻക്രീസ് ചെയ്യുന്നു, എക്സ്പിറേഷൻ സമയത്ത് ഡിക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ, ഒരുപാട് സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രഷർ അവിടെ ഉണ്ടാവില്ല, ഡിക്രീസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ലങ്സിൽ എക്സ്പിറേഷൻ ടൈമിൽ പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നു. ഇനി മൂവ്മെൻറ്റ് ഓഫ് എയർ ഇൻസ്പിറേഷനിൽ എൻറ്റർ ചെയ്യുന്നു, ഇവിടെയാണെങ്കിൽ എക്സിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇത്രയാണ് നമ്മുടെ റെസ്പിറേഷനിൽ മെയിൻലി നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ ഓക്സിജൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും ട്രാൻസ്പോർട്ടേഷന് ഒരു പിക്ക് അവിടെ കൊടുത്തു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് സർക്കുലേഷനും എക്സ്ക്രേഷനും കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.